നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിൻ്റെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്, കേരളം എന്ന് പറയുന്നത് നോർത്ത് കൊറിയയോ താങ്കൾ ഒരു കിങ് ജോങ് യുന്നോ അല്ല. കാരണം നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുന്ന ആളുകൾക്കെതിരെ നിങ്ങളെ കേസാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ തികച്ചും നിങ്ങളൊരു ഏകാധിപതിയെ പോലെ തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ സുരേഷ് ഗോപി ആണെങ്കിൽ ഈ ഒരു വയനാട് റിലേറ്റഡ് ഇഷ്യൂവിനെ പറ്റിയിട്ടാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മീഡിയയുടെ മുന്നിൽ പറയുന്നതിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ പല ആളുകളും വിചാരിച്ച് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണയിലേക്ക് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യത്വമാണ്. എനിക്ക് ജാതിയില്ല, മതമില്ല, കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി ഞാനാണെങ്കിൽ ഈ നമ്മുടെ പിണറായി വിജയൻ സഖാവ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ട് ബ്രീഫായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണുകയുണ്ടായത്. ആ ഒരു ന്യൂസ് അധികം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തണം, നിങ്ങളെല്ലാവരും ഇതറിയണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ന്യൂസ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ സെൽ ഉദ്യോഗസ്ഥനെതിരായ വനിതാ ജീവനക്കാരുടെ പരാതി അന്വേഷിച്ച ഉദ്യോഗസ്ഥയ്ക്കെതിരെ പ്രതികാര നടപടിയെന്ന ആക്ഷേപം. പൊതുഭരണ വകുപ്പിൽ ആഭ്യന്തര പരിഹാര സെൽ അധ്യക്ഷ ഷൈനി ജോർജിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റി. കമ്പ്യൂട്ടർ സെല്ലിൽ അഡീഷണൽ സെക്രട്ടറിയായിരുന്ന റോബർട്ട് ഫ്രാൻസിസിനെതിരെയായിരുന്നു ഷൈനി നടത്തിയ അന്വേഷണം. റോബർട്ടിനെതിരായ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ സെല്ലിലെ റോബർട്ട് ഫ്രാൻസിസ് തൊഴിൽ സ്ഥലത്ത് വനിതാ ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയാണ് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുമ്പിൽ വന്നത്. ഒരു കൂട്ടം ജീവനക്കാരുടെ പേരിലെത്തിയ പരാതിയാണ് ചീഫ് സെക്രട്ടറി അന്വേഷണ സമിതിക്ക് കൈമാറിയത്. ഒരു യുവതി തെളിവുകൾ സഹിതം റോബർട്ടിനെതിരെ മൊഴി നൽകി. ഈ മൊഴി ശരിയാണെന്ന് തെളിയിക്കുന്ന വിധം മറ്റ് ചില മൊഴികളും സമിതിക്ക് ലഭിച്ചു. ഇതേ തുടർന്ന് റോബർട്ടിനെ മൊഴിയെടുക്കാൻ സമിതി വിളിപ്പിച്ചു. എന്നാൽ റോബർട്ട് സമിതിയോട് തട്ടിക്കയറിയെന്നാണ് വിവരം. ഇക്കാര്യം റിപ്പോർട്ടിലുണ്ടെന്നും സൂചനയുണ്ട്. ഔദ്യോഗിക ജോലികൾ കർശനമായി പാലിച്ചുവെന്നായിരുന്നു റോബർട്ടിന്റെ വിശദീകരണം. വനിതാ ജീവനക്കാരെ നൽകിയ മൊഴിക്ക് മറുപടി നൽകിയില്ല. റോബർട്ട് ജൂണിൽ വിരമിച്ചു. വിരമിച്ചാലും സർക്കാർ ചട്ടപ്രകാരം റോബർട്ടിനെതിരെ നടപടി വേണമെന്നായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ. ചില ജീവനക്കാർ റോബർട്ടിന് അനുകൂലമായും മൊഴി നൽകിയിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഇടത് സംഘടനാ നേതാവും ഫ്രാക്ഷൻ അംഗവുമായ ഷൈനിയെ സെക്രട്ടേറിയറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്. ബാലാവകാശ കമ്മീഷൻ സെക്രട്ടറിയായാണ് നിയമിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുപ്പമുള്ള റോബർട്ടിനെതിരായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപേ ചോർന്നതാണ് നടപടിക്ക് കാരണം. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനൊപ്പം വിരമിച്ച റോബർട്ട് ഫ്രാൻസിസിനെ കരാറടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ വീണ്ടും നിയമിക്കാനും നീക്കമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ റോബർട്ട് ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തി അവിടെയുള്ള എല്ലാ സ്ത്രീകളെയും ആണെങ്കിലും മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് സ്ത്രീകളൊക്കെ ഇതുപോലെ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വിങ്ങിലെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥയാണ് ഷൈനി ജോർജ് എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അന്വേഷിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനിരിക്കവേ തന്നെ ഈ ഒരു സംഭവമാണെങ്കിൽ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് കുറച്ച് ലീക്കായി. അതിനെ തുടർന്ന് പുള്ളിക്കാരി ഈ ഒരു വിങ്ങിന്ന് മാറ്റിയിട്ട് നേരെ ബാലാവകാശ കമ്മീഷൻ ഇതിലോട്ട് നേരെ കൊണ്ടങ്ങ് തള്ളി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത്. കാര്യം അതിനകത്തൊരു ലേഡി നേരിട്ട് വന്ന് ഇതുപോലെ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തെളിവുകൾ എല്ലാം ശേഖരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്. അതെല്ലാം മുകളിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ സംഭവമാണെങ്കിൽ ഇന്ന പോലെ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നറിഞ്ഞതിൻ്റെ പേരിൽ ലീക്കായതിൻ്റെ തുടർന്ന് പുള്ളിക്കാരി നേരെ അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്കിന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്കിന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവർ ഇപ്പം നിങ്ങൾ ന്യൂസിനകത്ത് കേട്ടാണ് 2 പേര് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. അപ്പം ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള 2 പേര്, ഓക്കെ, റോബർട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക്, അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിൽക്കുന്ന ഈ ഒരു വ്യക്തിക്ക് നേരെ ഇങ്ങനൊരു തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർക്കെതിരെ ഇങ്ങനെ സംസാരിച്ച ഇതേ വ്യക്തി തന്നെ നാളെ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കില്ലേ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കില്ലേ എന്നുള്ളത് ആ ഒരു കാരണം കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ മാറ്റിയിട്ടുള്ളത് പുള്ളിക്കാരിയെ. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിൽ ഭരിക്കുന്ന ഏത് പാർട്ടി ആയിക്കോട്ടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ വിരൽ ചൂണ്ടണ്ടേ. അങ്ങനെ വിരൽ ചൂണ്ടേൻ്റെ പേരിലാണ് പുള്ളിക്കാരിയെ മാറ്റിയിട്ടുള്ളത്. ഇനി മുഖ്യമന്ത്രിയുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ സോഴ്സ് വെച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കിന് എനിക്കൊരു വോയിസ് റെക്കോർഡിംഗ് കൂടെ ഫോർവേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് സെക്രട്ടേറിയറ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്ന ഒരു വോയിസ് റെക്കോർഡിംഗ് ആണ്. അതോട് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ഒരു പരാതി പരിഹാര സെൽ രൂപീകരിക്കുന്നു. ആ പരാതി പരിഹാര സെല്ലിലേക്ക് ഒരു സ്ത്രീ അല്ലെങ്കിൽ പല സ്ത്രീകൾ പരാതിപ്പെടുന്നു. ആ പരാതി പരിഹാര സെല്ലിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വ്യക്തിക്ക് ആ പരാതികൾ പരിശോധിച്ച് ഉചിതമായ നടപടിക്ക് ശുപാർശ ചെയ്യുക എന്നുള്ളതാണല്ലോ അവരുടെ ജോലി. ആ ജോലി ചെയ്തതിന്റെ പേരിലാണ്
ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികാര നടപടി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഉറപ്പായിട്ടും ഒരിക്കലും മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. ഇത് നടന്നേക്കുന്നതെന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി അറിയാതെ ചില ആൾക്കാർ ചില എന്താ പറയാ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു സെക്രട്ടറിയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നൊന്നും ഒരു മുഖ്യമന്ത്രി അറിയണമെന്നോ അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെന്നോ ഇല്ല. പക്ഷെ ഇത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു പരാതിപ്പെട്ട് ആ പരാതി അന്വേഷിച്ച പരാതി പരിഹാര സെല്ലിന്റെ സെക്രട്ടറി ആയിട്ടുള്ള, അതായത് എന്താ പറയാ, സർക്കാർ സർവീസിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്ന അതും ഒരു സ്ത്രീ തന്നെ, ആ സ്ത്രീക്കെതിരെ പോലും ഇങ്ങനത്തെ ചില പ്രതികാര നടപടികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തുടർന്ന് അങ്ങോട്ട് സ്ത്രീകളൊക്കെ പരാതിപ്പെടാൻ മടിക്കുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടല്ല. ഈ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ ചില അവതാരങ്ങളുണ്ട്. മുഖ്യമന്ത്രി തന്നെ 2016 പിണറായി സഖാവ് ആദ്യമായിട്ട് അധികാരത്തിൽ എത്തുന്ന സമയത്ത് പുള്ളി തന്നെ പറഞ്ഞ പോലെ ചില അവതാരങ്ങൾ ചില സർവീസിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. അവർ ചെയ്യുന്ന പരിപാടികളായത്. ഇത് ഈ മുഖ്യമന്ത്രിയുടെ കാലത്തല്ല, മുൻ മുഖ്യമന്ത്രിമാരുടെ കാലത്തും ഉണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ ചിലരുടെ തോന്നിവാസങ്ങൾ. അപ്പം നിങ്ങൾ ഈ ഒരു വോയിസ് റെക്കോർഡിംഗ് കേട്ടല്ലോ. അപ്പം ഈ ഒരു വോയിസ് റെക്കോർഡിങ്ങിനകത്ത് ഈ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ. ശരിയാ, പുള്ളിക്ക് എത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ളതാണല്ലേ. അപ്പോൾ അല്ലെങ്കിൽ എത്ര തിരക്കുകളുള്ള വ്യക്തിയാണല്ലേ. പക്ഷേ ഇയാൾ അറിഞ്ഞാൽ, നമ്മുടെ മുഖ്യമന്ത്രി ഇതൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ റീസെൻ്റ്ലി പല ആളുകളും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അഖിൽമാരാർ വീസസ് പിണറായി വിജയൻ ആ ഒരു ഇഷ്യൂ. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷോർട്ടായിട്ട് പറയാം. അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണരീതിയിലെ ചില തെറ്റുകളെ അല്ലെങ്കിൽ ചില തെറ്റുകൾക്കെതിരെ വില ചൂണ്ടിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ എന്താണ് ഇവിടെ ചെയ്തത്? അയാൾക്കെതിരെ കേസ് പോയി അല്ലേ. അതായത് നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ വാഴ്ത്തപ്പെടണം, അല്ലെങ്കിൽ അവരുടെ ഭടനായിട്ട് അല്ലെങ്കിൽ അടിമയായിട്ട് നമ്മൾ നിൽക്കണം. അങ്ങനെ നമ്മൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ കേസ് വരും. നമ്മൾ പഞ്ചപുച്ഛം അടച്ച് ഇങ്ങനെ ഇരിക്കണം അല്ലേ. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ലേഡി ഇത്രയും കാര്യങ്ങളൊക്കെ ആ ഒരു ലേഡിക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു ഡ്യൂട്ടി ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതിൻ്റെ പേരിലാണ് ഇതേപോലെ സ്ഥലം മാറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊസിഷൻ മാറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ സ്ത്രീകൾ ഇതുപോലെ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ അനുഭവിക്കുന്ന ഇത്തരം ചില ബുദ്ധിമുട്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്തരം വിങ് കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു വിങ്ങിൽ ഇത്രയും കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി ചെയ്ത് ഇത്രയും തെളിവുകളും മൊഴികളും എല്ലാം വന്ന് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി ഇത്തരം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ചെയ്യാനെ കൊണ്ട് പോകുന്നതിന് മുമ്പേ ഈ സംഭവം ലീക്ക് ആയതിൻ്റെ പേരിലാണെങ്കിൽ പുള്ളിക്കാരി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇവിടുന്ന് നേരെ പറിച്ചു മാറ്റി അപ്പുറത്ത് കൊണ്ട് നടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം സ്ത്രീകൾക്ക് ഇതുപോലുള്ള എന്താ പറയുക ഇത്തരം മോശം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ജോലി സ്ഥലത്തൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഇനി അവർ ആരുടെ അടുത്താണ് പോയി പരാതി പറയേണ്ടത്? ആരടുത്താണ് പറയേണ്ടത്? ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന റോബർട്ട് എന്ന വ്യക്തി ഞാൻ എൻ്റെ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നല്ല രീതിയിൽ റോങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. സ്ത്രീകളുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിക്കാം എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇയാൾക്ക് ബാക്കിയുള്ള സ്ത്രീകളെ പീഡിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ഇപ്പം സാധാരണ ഒരു യൂഷ്വൽ തിങ്ങോ കാര്യങ്ങളോ മറ്റോ ആണെങ്കിൽ ഇപ്പം ഇത്രത്തോളം രൂക്ഷമായിട്ടുള്ള രീതിയിൽ എന്താ പറയുക ഈ അന്വേഷണത്തിന് വന്നിട്ടുള്ള ഈ ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ നിർന്നിട്ടുള്ള ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ സ്ഥലം മാറ്റുമോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊസിഷൻ മാറ്റുകയോ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അത്രത്തോളം എന്തോ ഡീപ്പായിട്ട് എന്തൊക്കെ ഇതിനകത്ത് ഉണ്ടാവും അല്ലേ. ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. എന്നിട്ടും ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾ ആ ഒരു വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ആളുകളടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, എന്നിട്ട് ഇതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ സംസാരിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മളെ ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും അയാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയുക തന്നെ വേണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ പുള്ളി ചെയ്തിട്ടുള്ള തെറ്റുകളെ പറ്റിയിട്ടൊക്കെ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞു നാളെ എനിക്കെതിരെ കേസ് വരുമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ നാളെ മറ്റന്നാളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു എൻ്റെ വീഡിയോ പിന്നീട് വന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ചിലപ്പോൾ ജയിലിനകത്തിരുന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ലേ. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇത്രമാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇതൊരു കിം ജോങ് യുന്നിൻ്റെയോ അല്ലെങ്കിൽ നോർത്ത് കൊറിയയോ ഒന്നും അല്ല. നമ്മുടെ കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഭരിക്കുന്ന ഏത് പാർട്ടി ആയിക്കോട്ടെ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം എനിക്ക് പാർട്ടി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുടങ്ങിയിട്ടുള്ളത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ടുള്ള ആദർശങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. ഇപ്പം നമ്മളെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ 3 പാർട്ടികളാണ് BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്. ഈ 3 പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള നല്ല ആദർശങ്ങളുണ്ട്. പക്ഷേ ആ ഒരു പാർട്ടിയിലെ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, ആ വ്യക്തികളാണ് ആ ഒരു പാർട്ടിയെ കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്നത്. ഇപ്പം ഈ ഒരു വോയിസ് റെക്കോർഡിങ്ങിനകത്താണെങ്കിൽ ആ ഒരു എന്താ പറയുക സെക്രട്ടേറിയറ്റിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ട് മുമ്പ്, എന്താ ഇവർക്കാണെങ്കിൽ കുറെ കീടങ്ങളൊക്കെ ഇവരുടെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. എടേ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ ഈ മുഖ്യമന്ത്രി പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളൊന്നും മിണ്ടാൻ പാടില്ല. മുഖ്യമന്ത്രി നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ആ ഒരു മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും മിണ്ടാൻ പാടില്ലടേ. മിണ്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ തൂക്കിക്കൊല്ലും, ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. ഓക്കെ, അതേ സമയത്ത് ഇവർ വോട്ട് ചോദിച്ച് നമ്മുടെ വീട്ടിൽ ഭിക്ഷ എടുക്കാൻ വന്ന ടൈമിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയാണ്, നിങ്ങൾ ഭരണത്തിൽ കയറിയാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് രാജിവെച്ച് ഇറങ്ങി വരാൻ പറ്റുമോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ പറയുന്ന നെകളിപ്പൊന്നും കാര്യങ്ങളൊന്നും കാണിക്കില്ലല്ലോ. സോ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ ഒരു ഇഷ്യൂ മാക്സിമം ആളുകളിലേക്ക് എത്തണം. കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല, ഇപ്പം ഇവിടെ BJP ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചെന്ന് പറഞ്ഞാലും ഇത്തരം ചില കീടങ്ങളായിട്ടുള്ള വിഷങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മളെ ഭരിക്കാൻ നമുക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് മുടിഞ്ഞു കൂടെ.